കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം. നമസ്കാരം, ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിട്ടയേർഡ് ആയുർവേദ ഡയറക്ടറും അറിയപ്പെടുന്ന ആയുർവേദ ചികിത്സകനുമായ വലപ്പാട് പൊക്കാഞ്ചേരി ഡോക്ടർ PR പ്രേംലാൽ അന്തരിച്ചു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. പുത്തൻപീടികയിൽ പനി ബാധിച്ച് B.Pharm വിദ്യാർത്ഥിനി മരിച്ചു. വാർത്തകൾ വിശദമായി. റിട്ടയേർഡ് ആയുർവേദ ഡയറക്ടറും അറിയപ്പെടുന്ന ആയുർവേദ ചികിത്സകനുമായ വലപ്പാട് പൊക്കാഞ്ചേരി ഡോക്ടർ PR പ്രേംലാൽ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. PC രാമകൃഷ്ണൻ വൈദ്യരുടെ മകനാണ്. തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും 1ാം റാങ്കോടെ പൂർത്തിയാക്കിയാണ് അദ്ദേഹം കർമ്മരംഗത്തേക്ക് കടന്നത്. വലപ്പാടിൻ്റെ മണ്ണിൽ ചികിത്സകനായും വിഷവൈദ്യനായും ചികിത്സ ആരംഭിച്ചു. ജീവൻ രക്ഷിക്കുന്ന അതുല്യ വൈദ്യ പ്രാവീണ്യവും രോഗികളോടുള്ള കരുണയോടെയുള്ള സമീപനവും അദ്ദേഹത്തെ ജനകീയനാക്കി. സർക്കാർ മെഡിക്കൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച സേവനയാത്ര ജില്ലാ മെഡിക്കൽ ഓഫീസർ, ജോയിന്റ് ഡയറക്ടർ, ഒടുവിൽ ആയുർവേദ ഡയറക്ടർ എന്നീ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നു. ആയുർവേദ ഡയറക്ടറായി അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കേരളത്തിലെ ആയുർവേദത്തിനൊരു സുവർണ യുഗമായി മാറി. ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചതിനു ശേഷം അദ്ദേഹം കർമ്മരംഗത്ത് സജീവമായിരുന്നു. പാലക്കാട് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായി 3 വർഷം സേവനമനുഷ്ഠിച്ച് പുതിയ തലമുറ വൈദ്യന്മാർക്ക് ആയുർവേദത്തിൻ്റെ ആഴങ്ങളും മഹത്വവും കൈമാറി. ഭാര്യ വാസന്തി പ്രേംലാൽ, മക്കൾ ദേവൻ, ഡോക്ടർ ദേവി രവീഷ്, മരുമകൻ ഡോക്ടർ രവീഷ്. വലപ്പാട് ഏങ്ങൂര് ശ്രീ ഭുവനേശ്വരി ഭദ്രകാളി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി മഹാഗണപതി ഹോമം നടന്നു. കലശാഭിഷേകം, നവകം, നാഗങ്ങൾക്ക് പാലുന്നൂറും മുത്തപ്പന് കലശം എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം തന്ത്രി നന്ദു ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ സെക്രട്ടറി പ്രൊഫസർ EB ദേവദാസ്, രാജേന്ദ്രൻ EB, EG ചന്ദ്രബോസ്, EK കൃഷ്ണൻ, ഷാജി രാമകൃഷ്ണൻ, സുനിൽ എന്നിവർ നേതൃത്വം നൽകി. രാമായണ പാരായണം ചെയ്ത ജയരാജിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. അന്തിക്കാട് പടിയം ചൂരക്കോട് ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ ചടങ്ങ് ഭക്തി സാന്ദ്രമായി. മേൽശാന്തി നീലമന വിജയകുമാർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പുന്നപ്പുള്ളിമന ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെയും ഡോക്ടർ കൃഷ്ണദാസിൻ്റെയും നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഔഷധ കഷായം ഭഗവതിക്ക് നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. ക്ഷേത്രം അഗ്രശാലയിൽ വിദ്യാർത്ഥികൾക്കായി രാമായണ മത്സരവും മുതിർന്നവർക്ക് രാമായണ പാരായണ മത്സരവും നടന്നു. ഉപദേശക പ്രസിഡന്റ് സുധനൻ എരണേഴത്ത്, സെക്രട്ടറി രാമചന്ദ്രൻ പാതൂർമഠം, ജയൻ രാധാകൃഷ്ണൻ, ഷൈജു പള്ളിയിൽ, രാമൻകുട്ടി നെടുങ്ങാട്ട്, രാധിക രാജേഷ് കളപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. മുറ്റിച്ചൂർ തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മകൾക്ക് ഒരു മരം പദ്ധതി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പെൺകുഞ്ഞിൻ്റെ ജനന സന്തോഷത്തിൽ ചന്ദനമരം നട്ട് പ്രകൃതി സംരക്ഷണ സന്ദേശം പകരുന്നതോടൊപ്പം അവൾക്ക് ഭാവി സുരക്ഷിതമാക്കുന്നതിനായുള്ള മുൻകരുതലാണ് പദ്ധതിയുടെ ലക്ഷ്യം. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ അധ്യക്ഷനായി.
വിമ സാരംഗ് സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർ PA കമലുദ്ദീൻ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA സുജിത്, അന്തിക്കാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു, അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ അബ്ദുൾ ജലീൽ, വാർഡ് മെമ്പർ സരിത സുരേഷ് എന്നിവർ സംസാരിച്ചു. പദ്ധതിയോടനുബന്ധിച്ച് സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംരംഭമാണെന്ന് തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘാടകർ അറിയിച്ചു. തപസ്യ ക്ലബിന്റെ ഭാരവാഹികളായ AR സാരംഗ്, PJ മിഥുൻ, K ബിബിൻ, KS നീരജ്, AK അശ്വിൻ, രജീഷ് M എന്നിവർ നേതൃത്വം നൽകി. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമ്മുടെ തപസ്യ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അവർ ഏത് പരിപാടി ആയാലും നല്ല രീതിയിൽ തന്നെയാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. കൊല്ലന്തോറും നമ്മളുടെ എല്ലാ ഈ ഭാഗത്തുള്ള എല്ലാ യുവജനങ്ങളെയും സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് തപസ്യ. ഒരു കലാരംഗത്തായാലും ഒരു കേരളോത്സവത്തിലായാലും ഒരു ട്രോഫി വാങ്ങാതെ പോരില്ല. അപ്പോൾ അതിന് ഓണാഘോഷത്തിന്റെ കാര്യത്തിലായാലും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സംഘാടന തന്നെയാണ് നമുക്ക് തപസ്യ ടീമിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക ചുങ്കം തീരുമാനിച്ച അമേരിക്കൻ സാമ്രാജ്യത്വത്തിനും അമേരിക്കയ്ക്ക് കീഴടങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരായി CPM താന്യം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഷെഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പെരിങ്ങോട്ടുകര 3 കോടി സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ലോക്കൽ സെക്രട്ടറി TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്തു. PB അനിൽ അധ്യക്ഷനായി. KA ബാബു, PR സുരേന്ദ്രനാഥ്, രതി സുരേന്ദ്രൻ, PK സീനത്ത്, ഷൈനി ബാലകൃഷ്ണൻ, TV പ്രദീപ്, KS ഷൈജു, PS ബിബിൻ, KV സതി, CA വിനു, KC രാമചന്ദ്രൻ, PG സ്മൈജോ, ഷൈൻ നമ്പനത്ത്, CB സുരേഷ്, PK ആര്യദേവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയയുടെ ആഭിമുഖ്യത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും വിതരണവും നടത്തി. പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം ഷിമ്മി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം പീതാംബരൻ ഇയാനി അധ്യക്ഷത വഹിച്ചു. ശ്രീദേവി വിനീഷ്, സജി സന്തോഷ്, CR വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു. നിർബന്ധമായും വാങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മെമ്പർഷിപ്പ് ഈ വർഷം ചേർത്താനുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരുപാട് മെമ്പർമാർ ഇപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പീതാംബരേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് പോയപ്പം 50 പേരടങ്ങിയ ഒരു ബസ് 39 ഏരിയയിൽ നിന്നാണ് 50 പേരടങ്ങിയ 39 ബസ് ഇവിടുന്ന് പോയത് അല്ലേ. അപ്പോൾ ഈ 39 ബസ്സും നിൽക്കാനുള്ള ഒരു സൗകര്യങ്ങളും ഇതും കണ്ടു. നമ്മുടെ കൂടെ വന്ന ഡ്രൈവർമാരടക്കം അവർക്കൊരു ആകാംക്ഷയായിരുന്നു, ഇത്രയും വലിയ ഒരു സംഘടനയാണോ നിങ്ങളുടേത് എന്ന് ചോദിച്ചുകൊണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്ന് പറയുന്നത് നമ്മുടെ AKTA എന്ന ഈ സംഘടന മാത്രമേ ഉള്ളൂ. ചാഴൂർ കാട്ടുങ്ങൽ ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. നടുപ്പറമ്പിൽ പ്രജീഷ് ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര മേൽശാന്തി VS അമൽ സഹകാർമ്മികനായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ മുഖ്യ രക്ഷാധികാരി അശോകൻ, പ്രസിഡന്റ് ചന്ദ്രൻ, സെക്രട്ടറി ഗംഗാധരൻ, ട്രഷറർ രഞ്ജൻ, മാനേജർ വത്സൻ എന്നിവർ നേതൃത്വം നൽകി. മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോധരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം മൂഷികവാഹന മോദകമസ്ത ചാമരകർണ വിലംബിതസൂത്ര വാമനരൂപ മഹേശ്വരപുത്ര വിഘ്നവിനായക. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ NSS ഗൈഡ് യൂണിറ്റുകളും പലപ്പാട് സ്നേഹ കൂട്ടായ്മയും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കപ്പെട്ട മൂന്നാമത്തെ രക്തദാന ക്യാമ്പാണ് വിദ്യാലയ അങ്കണത്തിൽ സംഘടിപ്പിച്ചത്. വലപ്പാട് SHO അനിൽകുമാർ K ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. രക്തദാന ക്യാമ്പ് CC മുകുന്ദൻ MLA സന്ദർശിച്ചു. പ്രിൻസിപ്പൽ S സിന്ധു, NSS പ്രോഗ്രാം ഓഫീസർമാരായ VG സിന്ധു, ശ്രീകാന്ത് P ദാസ്, സ്കൗട്ട് അധ്യാപകൻ രാം നവാസ്, പ്രീതി പ്രേമചന്ദ്രൻ, സ്നേഹക്കൂട്ടായ്മ അംഗങ്ങളായ ഹുസൈൻ പുതിയ വീട്ടിൽ, ഫ്രെഡി വലപ്പാട്, സുധീഷ് ആനവിഴുങ്ങി, ഷാഫി പുളിഞ്ചോട് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന് പോകണമെന്നുള്ള മടി കൊണ്ട് ഈ സംഘടനയിലേക്ക് ചേരാൻ പറ്റിയില്ല. അത് ഒരു ഒരാഴ്ചയായിട്ട് ഇപ്പോൾ തോന്നി. കാരണം ഒരു കൂട്ടായ്മ നമ്മുടെ സ്കൂൾ തലത്തിൽ ഉണ്ടാകുന്നത്, കൂട്ടുകാരിലുപരി ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത് വളരെ നല്ലതായിരുന്നു. അത് ഇപ്പോഴാണ് തോന്നുന്നത്. കുഴപ്പമില്ല. നിങ്ങളുടെ പ്രാർത്ഥനാഗാനം പോലെ, നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ, നമ്മൾ നന്നാവുന്നതോടൊപ്പം തന്നെ, നമ്മുടെ മനസ്സ് നന്നാവുന്നതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ട് അടുത്ത് നമ്മൾക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റുന്ന, സഹായം ആവശ്യമുള്ള ഒരാളെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അതുതന്നെയാണ് നമ്മുടെ ഒരു ചിന്തയും നമ്മുടെ പ്രവൃത്തിയും എന്ന് തന്നെയാണ് പിന്നെ നിങ്ങളോട് പറയുന്നത് അഭ്യർത്ഥിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. തൃത്തല്ലൂർ സീറോ കൾച്ചറൽ ഫൗണ്ടേഷൻ കുടുംബ സംഗമവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജ്യോതിഷ് ചാളിപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CB വേണു, ഷിജിത്ത് വടക്കുംചേരി, ട്രഷറർ CS സജീവ്, TG രാഗി, NS ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വിവിധ കലാമത്സരങ്ങളിൽ തിളങ്ങിയ അംഗങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒരു വർക്ക്ഷോപ്പും സംഘടിപ്പിച്ച ചിത്രകലയായിട്ട് ബന്ധപ്പെട്ട വർക്ക്ഷോപ്പും ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനേക്കാളുപരിയായിട്ട് വനിതകളുടെ ഒരു കൂട്ടായ്മ. നമ്മളെന്തൊക്കെ തന്നെ പറഞ്ഞാലും കേരളത്തിൽ പകുതിയിലേറെ വരുന്നവർ വനിതകളാണ് എങ്കിലും ഇപ്പോഴും അവർ രണ്ടാം തരം പൗരകളായിട്ട് പരിഗണിക്കപ്പെടുന്നത്. പ്രബുദ്ധ രാഷ്ട്രീയ കേരളത്തിൽ പോലും സ്ത്രീകളെ കാണുന്ന രീതിയുണ്ട്. കാൽനഖം കൊണ്ട് കളം വരയ്ക്കുന്ന ലജ്ജാനമ്രമുഖികളായ സ്ത്രീകളാണ് കേരളത്തിലെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമെന്ന ആൺകാഴ്ചാപരമായ ഒരു സമീപനം തന്നെയാണ് നമ്മുടെ പ്രബുദ്ധ രാഷ്ട്രീയ കേരളത്തിൽ. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടും നടത്തി. ക്ഷേത്രം മേൽശാന്തി പ്രമോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി രവീന്ദ്രൻ കരിപ്പറമ്പിൽ, പ്രസിഡന്റ് ഷജിൽ കരിപ്പറമ്പിൽ, സെക്രട്ടറി ബിനോയ് പാണപ്പറമ്പിൽ, ഗജാഞ്ചി നന്ദകുമാർ കുര്യക്കോട്ട്, മറ്റു കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. ക്ഷേത്രത്തിലേക്ക് ഇല്ലനിറയ്ക്ക് ആവശ്യമായ നെൽക്കതിർ വഴിപാടായി സമർപ്പിച്ചത് ബിനോയ് പാണപ്പറമ്പിലാണ്. കിഴക്കേ സെറ്റ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ വകയായിട്ടാണ് ആനയൂട്ട് നടത്തിയത്. ഏങ്ങണ്ടിയൂർ ശ്രീ ആയിരങ്കണ്ണി ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണവും ഗജപൂജയും ആനയൂട്ടും നടത്തി.
ഞായറാഴ്ച രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ആനയൂട്ട്, പ്രസാദോട്ട് എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് നാരായണൻകുട്ടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തി സജിത് സഹകാർമ്മികനായി. ഭാരവാഹികളായ പ്രസിഡന്റ് ഉത്തമൻ കാതോട്ട്, സെക്രട്ടറി വിശ്വംഭരൻ കാതോട്ട്, മാനേജർ വിദ്യാസാഗർ കാതോട്ട് എന്നിവർ നേതൃത്വം നൽകി. BJP പെരിഞ്ഞനം പഞ്ചായത്ത് കമ്മിറ്റി സന്തോഷ് ബലിദാൻ ദിനാചരണത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യവിരുദ്ധ ശക്തികളെയും രാജ്യദ്രോഹ ശക്തികളുടെയും വളക്കൂറുള്ള മണ്ണായി ഈ തീരദേശ മേഖലയെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചവർ അവരാണ് ഈ ശക്തികളെല്ലാവരും. അതിന്റെ ആദ്യത്തെ രൂപം NDF ആയിരുന്നു. പിന്നീട് പോപ്പുലർ ഫണ്ടായി മാറി. ഓരോ സന്ദർഭത്തിലും പല പേരുകൾ അവർ അറിയപ്പെട്ടിട്ടുണ്ട്. ആദ്യം അത് നമ്മുടെ ISS രൂപത്തിൽ മദനയുടെ ആദ്യഘട്ടത്തിൽ ISS ഉണ്ടായപ്പോൾ ഈ മേഖലയിലെല്ലാം ISSന്റെ വലിയ സ്വാധീനമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ NDF എന്ന പേരിൽ ആ സംഘടന രൂപാന്തരം പ്രാപിച്ചു. NDFകാരെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് മിലിറ്ററി പരിശീലനത്തിന്റെ രീതിയിലാണ് എന്നാണ്, വളണ്ടിയർ സംഘടനയാണ് ഞങ്ങൾ എന്നാണ് NDF അവകാശപ്പെട്ടത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശൻ ഞാറ്റുകെട്ടി അധ്യക്ഷനായി. തൃശൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ്, ജനറൽ സെക്രട്ടറി KB അജയ് ഘോഷ്, മണ്ഡലം പ്രഭാരി KR വിദ്യാസാഗർ, പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KG സുരേഷ് ബാബു, TS പ്രകാശൻ, KA മനോജ്, സുരേഷ് പള്ളത്ത്, നിശാന്ത് ഈരേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഭഗവത് സേവ, നിർമ്മാല, ചുറ്റുവിളക്ക് എന്നിവ നടത്തി. തുടർന്ന് രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ പ്രദീപ് കരിപ്പാടത്ത്, ഗിരീഷ് മാത്തുകാട്ടിൽ, സുഷിൽ ചാളിപ്പാട്ട്, പ്രവീൺ ചെറുകര എന്നിവർ നേതൃത്വം നൽകി. ചന്ദ്രപിന്നി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിൽ ഇല്ലനിറ ആഘോഷിച്ചു. നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി. തുടർന്ന് പുത്തിരി നിവേദ്യവും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ
ടി സുരേഷ് കുമാർ, ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി മുരാരി വെളമ്പത്ത്, പ്രസിഡന്റ് പുഷ്കരൻ തേവർക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കൊണ്ടെന്ന് വെട്ടിയതിനാൽ ഭാര്യയെ ചിറ കെട്ടിക്കിടന്നവൻ പോരുന്നു വാനരസേനയുമായി വന്നു. ഒന്നന്ത്രകത്താദികളെ പലരെയും കുറിച്ചാഹിതശ്രമം കൊല്ലാതെ വന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ. മാനവന്മാരെയും മാനവന്മാരെയും കൊന്നു നീയലും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരോധി വേദങ്ങളും നാലു ഉപായങ്ങളും 6 നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. പത്യം മറയുമാ മാത്യനുണ്ടെങ്കിലോ ഇടവേള. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. BJP നാട്ടിക പഞ്ചായത്ത് 5ാം വാർഡ് കൺവെൻഷൻ നടന്നു. നാട്ടിക രാമംകുളം പരിസരത്തുള്ള ഷൈൻ ഇയാനിയുടെ വസതിയിൽ ചേർന്ന കൺവെൻഷൻ BJP സംസ്ഥാന സെക്രട്ടറി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ജയപ്രകാശ് അധ്യക്ഷനായി. നാട്ടിക പഞ്ചായത്ത് പ്രഭാരിയും മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറിയുമായ AK ചന്ദ്രശേഖരൻ, വാർഡ് മെമ്പർ സുരേഷ് ഇയാനി എന്നിവർ സംസാരിച്ചു. മുൻ സൈനികൻ ശങ്കരനാരായണൻ വേദോട്ടിൽ, മികച്ച കർഷക കുടുംബമായ പ്രശാന്ത് സുമ ചെമ്പിപ്പറമ്പിൽ, അടിയന്തരാവസ്ഥയിൽ ജയിൽവാസമനുഷ്ഠിച്ച ജയപ്രകാശ് വാളക്കടവിൽ, കർസേവയിൽ പങ്കെടുത്ത ഗോപിനാഥൻ കൊളങ്ങാട്ടിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പുതുതായി പാർട്ടിയിൽ വന്നവരെയും സംസ്ഥാന സെക്രട്ടറി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. PT ശ്രീകുട്ടൻ, ഷൈൻ നെടിയിരിപ്പിൽ, NS ഉണ്ണിമോൻ, യതീഷ് ഇയാനി, അനൂപ് പട്ടത്ത്, ജ്യോതിദാസ്, അംബിക ടീച്ചർ, ഗോപകുമാർ ചെമ്പിപ്പറമ്പിൽ, സുഹാസ് ചെമ്പിപ്പറമ്പിൽ, അജയകുമാർ തോട്ടുപുര എന്നിവർ നേതൃത്വം നൽകി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നമുക്ക് കൂടുതലായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് മുമ്പോട്ട് കൂടുതൽ ശക്തമായിട്ട് പോയേ പറ്റൂ. ആ ശക്തമായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് പോകുന്നതും. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു. തൃപ്രയാർ ലയൺസ് ക്ലബിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സ, തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് തൃപ്രയാർ ലയൺസ് ക്ലബ് ഹാളിൽ നടന്നു. സേവന പ്രവർത്തനങ്ങൾക്ക് പ്രതാപൻ കളത്തിൽ, P മാധവമേനോൻ, NM സുരേഷ്, സുഭാഷ് ഞാറ്റുവെട്ടി, AA ആന്റണി സേവിയർ, സാനി ജോസഫ്, ശ്യാം പത്തായക്കാട്ടിൽ, ബിന്ദു സുരേന്ദ്രൻ, യമുന റാണി പ്രതാപൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ
ലയൺസ് ക്ലബിൻ്റെ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ച ഒന്നാമത്തെ ഞായറാഴ്ച നടത്തി വരാറുള്ള ഐ ക്യാമ്പാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 362ാമത്തെ ഐ ക്യാമ്പാണ്. വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഐ ക്യാമ്പിലേക്ക് 100 അധികം പേരാണ് എല്ലാ ഞായറാഴ്ചയും പങ്കെടുക്കുന്നത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നാട്ടിക ഏരിയയുടെ മെമ്പർഷിപ്പ് ദിനാചരണം നടന്നു. തൃപ്രയാർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങ് AKTA ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഏരിയ പ്രസിഡന്റ് സുനിൽകുമാർ ഏങ്ങൂർ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി ഷിജി ശാസ്ത്രി, ഏരിയ ട്രഷറർ രജനി PM എന്നിവർ സംസാരിച്ചു. ആദ്യ മെമ്പർഷിപ്പ് പ്രസിഡന്റ് സുനിൽകുമാർ ഏങ്ങൂരിന് ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ നൽകി. ഓരോ ആളുകൾ ഇരിക്കുന്ന ഇടങ്ങളിൽ ചെന്ന് മെമ്പർഷിപ്പ് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലഘട്ടം. ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് കാലഘട്ടത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേമനിധിയുടെ ഉടമകളായി കുടുംബ പെൻഷനോട് കൂടിയ ക്ഷേമനിധി തയ്യൽ തൊഴിലാളികൾക്ക് ലഭ്യമായി. അതൊക്കെ സംഘടനയുടെ ശ്രമകരമായ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ആ തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ വലപ്പാട് ബീച്ച് അരയമ്പറമ്പിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം നടന്നു. രാവിലെ നിർമ്മാല്യ ദർശനം, മഹാഗണപതി ഹോമം, ഉഷപൂജ, പ്രസാദം വിതരണം എന്നിവ ഉണ്ടായിരുന്നു. ക്ഷേത്രം ശാന്തി മുരളി താണിയത്ത്, ജിനേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികരായി. ക്ഷേത്രം പ്രസിഡന്റ് AM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, രക്ഷാധികാരി AP ഗിരിജാക്ഷൻ, ഭരണസമിതി അംഗങ്ങളായ AM രഞ്ജിത്ത് കുമാർ, ഷീജ ബാബു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാലക്രമേണ നമ്മൾ പുതിയ ഗ്രഹങ്ങൾ ചിലപ്പോൾ ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ടാവാം. അപ്പോൾ അവർക്ക് വീട് വെക്കണമെങ്കിൽ ചിലപ്പോൾ RSSൻ്റെ മുല്ലത്തറ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്തിട്ടാവാം ആ വീട് അവിടെ പണിതിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ ദോഷമായിട്ട് വരുന്ന പറയുന്നത്. ഈ പുരാതനമായിട്ടുള്ള പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ മഹാഗണപതിയാണ്. 2 നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞാണ്. അന്ന് ദേവീക്ഷേത്രം ഒരു ഉപക്ഷേത്രമായിരുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്തുണ്ടായിരുന്ന ഗണപതി ക്ഷേത്രമാണത്. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം 300ഓളം വരുന്ന ആൾക്കാർ പങ്കെടുത്തുകൊണ്ടുള്ള ഈ കർക്കിടക മാസത്തിലൊരു മഹാഗണപതി ഹോമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൃപ്രയാർ വാഴക്കുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തോടനുബന്ധിച്ച് മഹാഗണപതി ഹോമം നടന്നു. മേൽശാന്തി TK സുധൻ ശാന്തി, രാജു ശാന്തി, സുകേഷ് ശാന്തി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രസാദ് വാഴക്കുളത്ത്, ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി AN സിദ്ധപ്രസാദ് മാസ്റ്റർ, ക്ഷേത്ര കമ്മിറ്റി ട്രഷറർ ശ്രീരാമൻ കുണ്ടായി, ഷാജി പുളിക്കൽ, പ്രേംദാസ് EVN, രാംദാസ് ചുക്കൂട്ട്, ശങ്കരനാരായണൻ വേദോട്ടിൽ, സുകുമാരി മോഹനൻ, പ്രേമ ശശിധരൻ, ബിനി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിയുടെയും വലപ്പാട് UAE കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ വലപ്പാട് പുത്തൻപള്ളിയിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം നടന്നു. പുത്തൻപള്ളി മദ്രസ ഹാളിൽ നടന്ന ചടങ്ങ് വലപ്പാട് SHO K അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് നേട്ടമാണോ അതോ നമ്മുടെ അത്യന്തികമായി നമ്മൾ എത്തപ്പെടേണ്ടുന്ന അവസാനത്തെ വാക്കാണ്? നമ്മൾ അറിയുക, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമല്ല, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ A+B ഹോൾ സ്ക്വയർ A² + 2AB + B² എന്ന് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾക്ക് പഠിച്ചിട്ട് വന്നവരല്ലേ? എന്തെങ്കിലും ഗുണമുണ്ടോ? 8 പോലും കാണ്ടം വേഗം എന്ന് പറഞ്ഞ സാധനം പഠിച്ചിട്ടുണ്ട്. അറിയാമല്ലോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത ഫിസിക്സിന്റെ ഒരു ഭാഗമാണ്. അത് പഠിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മൾ പഠിക്കുന്നത് മുഴുവൻ പ്രാക്ടിക്കലാണ്. ആ പ്രാക്ടിക്കൽ വിദ്യാഭ്യാസം നമുക്ക് കിട്ടേണ്ടത്
ചടങ്ങിൽ മഹല്ല് ഖത്തീബ് റഫീഖ് ഖാസിമി പ്രാർത്ഥന നടത്തി. വൈസ് പ്രസിഡന്റ് NM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NA മാഹിൻ മുഖ്യപ്രഭാഷണം നടത്തി. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ ആരംഭിക്കുക. നാം നമ്മുടെ എല്ലാ പ്രവൃത്തികളും തുടങ്ങേണ്ടത് ബിസ്മില്ലാഹ് അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിരക്ഷരനായ വ്യക്തിയുമായിട്ടാണ് വളർന്നത്. പക്ഷേ ലോക നേതാവായ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി. അതാർക്ക് വേണ്ടിയാണ്? മനുഷ്യകുലത്തിന് വേണ്ടി. മുസ്ലിം ജനതയ്ക്ക് മാത്രമല്ല മാർഗനിർദ്ദേശം നൽകിയത്, ആഗോള ജനതയ്ക്കാണ്. ജനറൽ സെക്രട്ടറി PI നസീർ, ഉസ്താദ് ഷിഹാബുദ്ദീൻ റഹ്മാനി, PU ഹുസൈൻ, VM മുഹമ്മദ് ബഷീർ, ഷെരീഫ് പാണ്ടികശാല, PM മുഹമ്മദ്, KK ഹനീഫ, അബു താലിഫ്, PA ഷാജഹാൻ, KA അയൂബ്, CK ഷംസുദ്ദീൻ, TM സക്കീർ, KP മുഹമ്മദ് അലി, PS ഷഹീൻ എന്നിവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിലും മദ്രസ പരീക്ഷകളിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം സംഘടിപ്പിച്ചത്. വാടാനപ്പള്ളി ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലനിറ ഭക്തി നിർഭരമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ശ്രീ പഴങ്ങാപ്പറമ്പ് ദിവാകരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്ത ചടങ്ങുകൾക്ക് ദേവസ്വം ഭാരവാഹികൾ നേതൃത്വം നൽകി. തുടർന്ന് പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടന്നു വരുന്നതാണ് ഇല്ലനിറ. എന്നാൽ ഈ വർഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഓഗസ്റ്റ് 27 വെളിച്ചപ്പാടിനെ അവരോധിക്കാൻ പോകുന്നതാണ്. എൻ്റെ ചെറുപ്പം പോലെ പറഞ്ഞു കേൾക്കുന്നതാണ് ഒരു നാൾ വരുന്നുള്ളത്. പക്ഷേ അത് ചെയ്യാനുള്ള സമയം മുഹൂർത്തം ഇപ്പോഴാണ്. ഓഗസ്റ്റ് 27 നമ്മൾ വെളിച്ചപ്പാടിനെ അവരോധിക്കുന്നത്. അത് ഭക്തരുടെ ആഗ്രഹമാണ്. അത് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസമാണ്. താങ്ക് യു. ചേറ്റുവ GM UP സ്കൂൾ ഇനി അന്താരാഷ്ട്ര നിലവാരത്തിൽ. 3 നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 12 വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നിർവഹിക്കുമെന്ന് NK അക്ബർ MLA വിളിച്ചു ചേർന്ന യോഗത്തിൽ അറിയിച്ചു. മിഷൻ നവകേരളം കർമ്മ പദ്ധതി പ്രകാരം 2.5 കോടി രൂപ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ചേറ്റുവ സ്കൂളിലെ പുതിയ കെട്ടിടം ആഗസ്റ്റ് 12 രാവിലെ 9 മണിക്ക് ബഹുമാനായ വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ V ശിവൻകുട്ടി അവർ നാടിന് സമർപ്പിക്കുകയാണ്. 2.5 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. KV അബ്ദുൽ ഖാദർ MLA ആയിരിക്കുന്ന സമയത്താണ് ഫണ്ട് വകയിരുത്തിയത്. തുടർന്ന് NK അക്ബർ MLAയുടെ ഇടപെടലിനെ തുടർന്ന് പദ്ധതി വേഗത്തിലായി. 3 നില കെട്ടിടത്തിൽ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മുൻ MLA KV അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയാകും. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, വൈസ് പ്രസിഡന്റ് BK സുദർശനൻ, സ്ഥിരം സമിതി അധ്യക്ഷൻ സതീഷ് പനക്കൽ, വാർഡ് മെമ്പർമാരായ ഹർഷവർദ്ധനൻ കാക്കനാട്ട്, ശിവദാസ് കരുപ്പയിൽ, സംഘാടക സമിതി കോർഡിനേറ്റർ MA സീബു, പ്രധാന അധ്യാപകൻ PB സജീവ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ദി അന്തിക്കാർഡ്സ് UAEയുടെ കുടുംബസംഗമം തിരക്കഥാകൃത്തും സിനിമാ നടനുമായ സജിൻ ചെറുകയിൽ ഉദ്ഘാടനം ചെയ്തു. എന്താ പറയാ, ഇവിടെ ഒരുപാട് സിനിമാക്കാർ ഇപ്പോ നിലവിലുണ്ട്. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും അന്തിക്കാടുകാരുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ അന്തിക്കാടിന്റെ കൗതുകങ്ങളിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് അന്തിക്കാർഡ്സ് UAE. കാരണം ഞാൻ ഇന്നലെ എറണാകുളത്തായിരുന്നു. അവിടെ ഒരു സിനിമ റിലീസായിട്ടുണ്ടായിരുന്നു, സാഹസം എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ നിങ്ങളതിന്റെ പാട്ട് കേട്ടിട്ടുണ്ടാവും, ഏത് മൂഡ് ഒരു പാട്ട് കേട്ടോ?
ഒന്ന് കേൾക്കൂ, കേട്ടുള്ളവര്? ആ ഓക്കെ. അപ്പൊ ആ പാട്ട് കണ്ടിട്ടുള്ളവരുണ്ടോ? ഒന്ന് കൈ നോക്കാമോ? അല്ല എന്നെ കണ്ടിട്ടുണ്ടോ? അല്ല എന്നെ ശ്രദ്ധിച്ചില്ല, എന്നെ ശ്രദ്ധിച്ചില്ല. പറഞ്ഞാൽ വീട്ടു അതിലൊരു മാവേലിനെ കണ്ടിരുന്നോ? അത് ഞാനോ? ഓക്കെ. അസോസിയേഷൻ കൺവീനർ ജിനേഷ് മൂത്തേടത്ത് അധ്യക്ഷനായി. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജീവ് സുകുമാരൻ, ജോയിന്റ് കൺവീനർ സക്കീർ ഹുസൈൻ, NTC ഗ്രൂപ്പ് തൃശൂർ HR മാനേജർ P ഗിരീഷ് കുമാർ, ഷാജി കളരിക്കൽ, ജലജ സോമൻ, ഷൈനി പ്രദീപ് കുമാർ, യതീന്ദ്രൻ തണ്ടിയേക്കൽ എന്നിവർ സംസാരിച്ചു. ദി അന്തിക്കാട്സ് UAE കുടുംബാംഗങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് സാക്സോഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട്, വയലാർ ഫൗണ്ടേഷൻ അന്തിക്കാട് എന്നിവരുടെ സംഗീത പരിപാടിയും നടന്നു. വാണിജ്യം. തൃപ്രയാർ ബ്രില്യൻസ് PSC കോച്ചിംഗ് സെന്ററിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നടന്നു. LDC, LGS, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, LP, UP ടീച്ചർ തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ബ്രില്യൻസ് കോളേജ് മുൻ വിദ്യാർത്ഥിയും വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ രശ്മി ഷിജോ, ബ്രില്യൻസ് കോളേജ് മാനേജർ സുരേഷ് കുമാർ എന്നിവർ സക്സസ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. നിൽക്കുന്ന സമയത്താണ് ഇവിടെ നിന്ന് കോൾ വന്നത്, ബ്രില്യൻസിന്റെ പരിപാടി ആരംഭിക്കുകയാണ്, വരുന്നില്ലേ. തീർച്ചയായും എന്ത് തിരക്കായാലും ഈ ബ്രില്യൻസ് എന്ന കോളേജിനോട് എനിക്കുള്ള ഒരു ആത്മനിർവൃത്തി, ഈ കോളേജിനോടുള്ള ഒരു സംയോജനം വളരെ വലുതാണ്. ബ്രില്യൻസിനെ വീണ്ടും പുനർജീവിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ റിസ്ക്കായിട്ട് നിൽക്കുന്ന സമയത്ത് തൃപ്രയാർ സെൻറ്റർ തുടങ്ങാൻ വിചാരിക്കുകയാണ്. കുറേ പഴയ സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് വന്നു, തൃപ്രയാർ സെൻറ്റർ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ റിക്വസ്റ്റ് വന്നു. അന്നേരം തൃപ്രയാർ സെൻറ്റർ തുടങ്ങാൻ കുറച്ച് സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ടായി. അന്നേരമാണ് പഴയ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ്, ബ്രില്യൻസിൻ്റെ സ്റ്റുഡൻറ്റ് ഇരിക്കുന്നു രശ്മി, നമുക്ക് വളരെ അടുത്ത് വന്ന് സഹായിക്കുക. അന്ന് രശ്മിയും അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിലൂടെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും രശ്മിയും വന്നിട്ടാണ് ഈ സ്ഥാപനം രണ്ടാമത് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. തുടർന്ന് LDC പരീക്ഷയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ജിൻസി VSനും മറ്റ് ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും മൊമെന്റോകൾ വിതരണം ചെയ്തു. വളരെയേറെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷത്തിലാണ്. ഈ വിജയത്തിൻ്റെ പങ്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് തൃപ്രയാർ ബ്രില്യൻസിന് തന്നെയാണ്. ബ്രില്യൻസ് എനിക്ക് സജസ്റ്റ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. ഇങ്ങനൊരു കോച്ചിങ് സെൻ്റർ ഉണ്ട്, അവിടെ പോയി ചേർന്നോളൂ എന്ന് പറഞ്ഞത്. അതെനിക്ക് നല്ലൊരു മുതൽക്കൂട്ടായി. ഇങ്ങനെ 2nd റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, എന്നാലും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അവരൊക്കെ സപ്പോർട്ട് വളരെയേറെ മുതൽക്കൂട്ടായിട്ടുണ്ട്. തൃപ്രയാർ ബ്രില്യൻസ് ഇൻചാർജ് സുമന പ്രജീഷ്, ട്യൂട്ടർ സുനിത, സുബി കൃഷ്ണ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിക്കുന്നതുമായ 5 കുട്ടികൾക്ക് സൗജന്യമായി PSC കോച്ചിംഗ് നൽകുമെന്ന് ബ്രില്യൻസ് കോളേജ് മാനേജർ സുരേഷ് കുമാർ അറിയിച്ചു. പനി ബാധിച്ച് ബിഫാം വിദ്യാർത്ഥിനി മരിച്ചു. പുത്തൻപേടിയ സെന്റ് ആന്റണീസ് പള്ളി ഗ്രൗണ്ടിന് സമീപം താമസിക്കുന്ന തേക്കാനത്ത് ബിജു മകൾ
അലക്സിയ ആണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ബിഫാം കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ചാലക്കുടിയിൽ വെച്ച് പനി ബാധിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് വന്ന അലക്സിയ സമീപത്തെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഞായറാഴ്ച രാവിലെ പനി കൂടിയതിനാൽ തൃശ്ശൂരിലെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചാണ് മരണം സംഭവിച്ചത്. മാതാവ് സവിത, സഹോദരി അലോണ. പ്രധാന വാർത്തകൾ വീണ്ടും. റിട്ടയേർഡ് ആയുർവേദ ഡയറക്ടറും അറിയപ്പെടുന്ന ആയുർവേദ ചികിത്സകനുമായ വലപ്പാട് പൊക്കാഞ്ചേരി ഡോക്ടർ PR പ്രേംലാൽ അന്തരിച്ചു. കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. പുത്തൻപീടികയിൽ പനി ബാധിച്ച് ബിഫാം വിദ്യാർത്ഥിനി മരിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.